ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിച്ചേക്കും. 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത്. ഓഗസ്റ്റ് 1 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. സെപ്റ്റംബർ 1 വരെ വ്യക്തികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ആക്ഷേപങ്ങളും എതിർപ്പുകളും അറിയിക്കാൻ സമയവും നൽകിയിരുന്നു. കരട് വോട്ടർ പട്ടിക അനുസരിച്ച് 7.24 കോടി വോട്ടർമാരാണ് ബീഹാറിലുള്ളത്. 65 ലക്ഷം പേരെ ഒഴിവാക്കിയിരുന്നു. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയ വാർത്തകൾ വിവരങ്ങൾ ചെയ്യുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ബീഹാർ SIR തുടക്കം മുതൽ തന്നെ വിവാദ വിഷയമായിരുന്നു. ഒരുപാട് പേരെ ഒഴിവാക്കി, വ്യാജമായി ഒഴിവാക്കിയെന്ന ആരോപണം ഉയർന്നിരുന്നു. മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഒഴിവാക്കിയവർ സുപ്രീം കോടതിയിൽ നേരിട്ട് വന്ന് ഞങ്ങൾ മരിച്ചിട്ടില്ല എന്ന് പറയുന്ന കാഴ്ച കണ്ടു. പ്രതിപക്ഷ നേതാവ് മരിച്ചുപോയി എന്ന് പറഞ്ഞവർക്കൊപ്പം ചായ കുടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പറയുന്നത് അവിടെ BJPയുടെ സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടർ അവിടുത്തെ ലെറ്റർ പാഡിൽ ഒരൊറ്റ മണ്ഡലത്തിൽ 80,000 മുസ്ലിം വോട്ട് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു കത്ത് കൊടുത്തു എന്നൊക്കെയാണ്. അങ്ങനെ അടിമുടി ദുരൂഹമായിരുന്ന ഒരു പ്രക്രിയയ്ക്ക് ശേഷം വരുന്ന അന്തിമ വോട്ടർ പട്ടിക ഒരു പ്രതിഷേധമുക്തമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കണോ ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി, ക്രിസ്റ്റീന. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയായിരിക്കുകയാണ്. അതിൻ്റെ മറ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഇന്ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ജൂൺ 24-നാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ബീഹാറിൽ പ്രഖ്യാപിച്ചത്. അത് വലിയ പ്രതിഷേധങ്ങൾക്കും ഒപ്പം തന്നെ നിയമ പോരാട്ടങ്ങൾക്കും വഴിവെച്ചിരുന്നു. മുൻപ് കാണാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. കോടതിയിൽ നാടകീയമായ രംഗങ്ങൾക്കും എല്ലാം തന്നെ ഈ ഒരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വഴിവെച്ചിരുന്നു. ബീഹാറിലെ 7,89,00,000 വോട്ടർമാരിലാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയത്. ഇതിൽ ആദ്യഘട്ടം പൂർത്തിയാക്കി കരട് പട്ടിക ഇറക്കുന്ന ഘട്ടത്തിൽ ഏതാണ്ട് 65 ലക്ഷത്തോളം വോട്ടർമാരെ ഒഴിവാക്കിയത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. എന്നാൽ അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഘട്ടത്തിലും എടുത്ത നിലപാട് എന്നുള്ളത് ക്രമക്കേടുള്ള വോട്ടുകൾ, അതായത് വോട്ട് ഇരട്ടിപ്പ്, കൂടാതെ സംസ്ഥാനം വിട്ടുപോയ ആളുകൾ, മരിച്ച ആളുകൾ എന്നിവരെയാണ് ഒഴിവാക്കിയത് എന്നാണ്. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പാക്കുന്നത് എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വോട്ടർമാർക്ക് പരാതികളുണ്ടെങ്കിൽ അത് സമർപ്പിക്കാനുള്ള അവസരം നൽകി. വോട്ടർമാർക്കെതിരെ പരാതികളുണ്ടെങ്കിലും അത് സമർപ്പിക്കാൻ അവസരം നൽകിയിരുന്നു. ഇതെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഓരോ ദിവസവും പരിഷ്കരിച്ചതിൻ്റെ പട്ടിക അടക്കമുള്ള കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് ഈ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ പൂർത്തിയാക്കിയത്. അത് സുപ്രീം കോടതിയുടെ ഇടപെടൽ അനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഈ 2003 വോട്ടർ പട്ടിക പരിഷ്കരണം അവസാനം നടപ്പാക്കുന്ന ഘട്ടത്തിൽ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാത്തവർ, അന്ന് പ്രായപൂർത്തിയാകാത്തവർ തങ്ങളുടെ രേഖകൾ, മുഴുവൻ രേഖകളും, അത് മാതാപിതാക്കളുടെ രേഖകൾ അടക്കമുള്ളവ സമർപ്പിക്കണം, കൂടാതെ ജനന സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ സമർപ്പിക്കണം തുടങ്ങിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകളാണ് വിവാദത്തിന് ഇടയാക്കിയത്. 11 രേഖകൾ നിഷ്കർഷിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് സുപ്രീം കോടതിയുടെ ഇടപെടലോടെ ആധാറും രേഖയായി ഉൾപ്പെടുത്താൻ എന്ന് സമ്മതിക്കുകയായിരുന്നു. ഇതെല്ലാം പരിഗണിച്ച ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടികയാണ് ഇന്ന് പുറത്തു വരാനിരിക്കുന്നത്. അത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഈ ഒക്ടോബർ ആദ്യവാരം, ഏതാണ്ട് ഒക്ടോബർ 6-7 തീയതികളിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. അതിനു മുമ്പായി 4-5 തീയതികളിലായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബീഹാർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ, സാഹചര്യങ്ങൾ, ഒരുക്കങ്ങൾ എന്നിവ വിലയിരുത്തുന്നുണ്ട്. അതിനുശേഷം നവംബർ 1 മുതൽ ആദ്യവാരം മുതൽ 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഹഷ്മി, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.